3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. അതായത് അദ്ദേഹത്തിന്റെ പക്കലാണ് അധികാരമെങ്കിൽ ഞാൻ 4 സ്ക്വയർ കിലോമീറ്റർ ദൂരത്ത് കർഫ്യൂ ഏർപ്പെടുത്തും, ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ഇവരുടെ ഒരു പഴയ ITS ബുദ്ധിജീവി പറയുന്നതാണ് കേട്ടോ ജിൻഡോ. TG മോഹൻദാസ് അല്ലേ, അയാൾ അതിലും വലിയ വിവരക്കേടും പറയും വൃത്തികേടും പറയും. ഇതുപോലെയുള്ള കള്ളക്കളവന്മാരൊക്കെ ആ ജന്തർ മന്ദറിൽ സമരം നടക്കുന്ന പിള്ളേരുടെ അടുത്തേക്ക് എന്നായിരുന്നെങ്കിൽ അവന്മാർ കൈകാര്യം ചെയ്ത് വിട്ടാൻ അവരെല്ലാവരും കൂട്ടിയിട്ട്. പ്രായം കൂടുന്നതിന്റെ പ്രശ്നമൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന പൂതി പുറത്തു വരുന്ന വെടിവെച്ച് കൊന്നുകളയണം എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം ഒഡാസിറ്റി ഉള്ളിൽ ഉണ്ടാവണം, എത്ര പേർ ആഗ്രഹമാവണം അത്. അല്ല ഹാഷ്മി, അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. ആ കുട്ടികൾ ഉയർത്തിപ്പിടിച്ച പോസ്റ്ററില്ലേ, TG മോഹൻദാസിന്റെ പിതാമഹന്മാരുടെ മാത്രമല്ല ഈ രാജ്യം എന്നുള്ളതാണ് അതിനുള്ള മറുപടി. മനസ്സിലായില്ലേ? ബാക്കി ആ കുട്ടികൾ പറഞ്ഞു അങ്ങനെ തന്നെ പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇവർ വിചാരിച്ചിരിക്കുന്ന ഇവരുടെയൊക്കെ തറവാട്ട് സ്വത്താണ് ഇന്ത്യ മഹാരാജ്യം എന്നാണ്. ഇവന്മാർ എന്ത് തേങ്ങയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ 12 വർഷമായിട്ട്? ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം ഇവർക്കല്ലേ? 22 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ 22-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. 6 മാസത്തിനിടയിൽ 10-23 മനുഷ്യർ മരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 193 മനുഷ്യർ മരിക്കുന്നു. അതിന് ഉത്തരവാദിത്തം പറയണ്ടേ? അല്ലാതെ ചുമ്മാ പാതിരാത്രിക്ക് എതിരായിട്ട് സെൽഫി വീഡിയോ ഇട്ട് കളിച്ചാൽ മതിയോ? പാർലമെന്റിൽ മറുപടി പറയാതെ ഓടി വിളിച്ച ആളുടെ പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക. ഒരു സ്പോണ്ടേനിയസ് പ്രസ് മീറ്റിന് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഭീരുക്കളാണ് ഇവര്. സവർക്കർ സ്വന്തം നിലയിൽ സ്വയം ധീരൻ എന്ന് വിളിച്ച പോലെ നരേന്ദ്രമോദിയും അയാളുടെ കൂടെ വെക്കുന്ന കുറെ ആളുകളും ധീരൻ ധീരൻ എന്ന് വിളിക്കുന്നു. ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ രാജ്യദ്രോഹിയുടെ ദേശദ്രോഹിയുടെ പേരാണ് നരേന്ദ്രമോദി. ഈ രാജ്യത്തെ സകല മനുഷ്യരും ജാതിയുടെ മതത്തിന്റെ ഭാഷയുടെ വിശ്വാസത്തിന്റെ ഭക്ഷണത്തിന്റെ ഒക്കെ പേരിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഈ ജിൻഡോയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ആടിനെ പട്ടിയാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചില്ല. പഴയ കാലമല്ലെന്ന്. ഈ പറയുന്ന ഇംഗ്ലീഷ് പ്രഭുക്കന്മാർക്ക് ഷേവ് ചെയ്ത് കൊടുത്തൊരു കോൺഗ്രസ്സുകാരനുണ്ട്. ഞങ്ങൾ പേര് പറയാത്തത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ എന്ത് അസുഖത്തിൽ മരണപ്പെട്ടു എന്ന് ഞങ്ങൾ പറയാത്തത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണെന്നേ. നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ പണിക്ക് പോയിരുന്നത്, ആ പോയിരുന്നത് കൊണ്ടാണെന്നേ ആ അസുഖം വന്നത്. ആ മറ്റേ പണിക്ക് പോയ കോൺഗ്രസ്സുകാരൻ ആരാണെന്ന് ജിൻഡോയ്ക്ക് അറിയാം, ജിൻഡോയുടെ മുഖത്തുണ്ടത്. അപ്പോൾ ജിൻഡോ, ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത് എനിക്കൊരു മാന്യതയുണ്ട്. ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ്. ആ മര്യാദ ഞാൻ കാണിച്ചു. ജിൻഡോ വായിൽ വരുന്നത് പാട്ട് പോലെ പറഞ്ഞു. എനിക്ക് തരുന്നത് നിങ്ങൾ ഈ ചർച്ചയുടെ വെല്ലുവിളിയൊക്കെ ജിൻഡോയുടെ കയ്യിൽ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സൗകര്യത്തിന് മറുപടി പറയാൻ വന്ന ആളല്ല. ജിൻഡോയ്ക്ക് ആർജവം ഉണ്ടെങ്കിൽ ജിൻഡോ ആണ് ആദ്യം ഈ വിഷയം ഉന്നയിച്ചത്. ജിൻഡോ പറഞ്ഞ ഒളിസേവയ്ക്ക് പോയിട്ടുള്ള ആളുകളുടെ പേര് ജിൻഡോ എന്ന് പറയട്ടെ. അത് കേട്ടോണ്ട് മുന്നോട്ട് പോകും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ജിൻഡോ പറയുന്നതിന് മറുപടി പറയാനല്ലേ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? അതെ, ഹാഷ്മിയുടെ കയ്യിലിരിക്കും. രാത്രി ഒളിസേവയ്ക്ക് പോയി ജിൻഡോ പറഞ്ഞതിന് മുനയൊടിക്കാൻ നന്ദു ഒരു വ്യാജം പറഞ്ഞതാണോ? വ്യാജം പറഞ്ഞതെങ്കിൽ പേര് പറ എന്നാ ജിൻഡോ പറയുന്നത്. അല്ല, ഈ രാജ്യത്തെ ഏറ്റവും ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർക്ക് വരെ അറിയില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ജിൻഡോയുടെ അറിയില്ല. അങ്ങനെയുള്ള കാവിപ്പട വാട്സ്ആപ്പ് ഗ്രൂപ്പ് വായിച്ചാ സൗകര്യത്തിന് പറയാനല്ല കാവിപ്പട വാട്സ്ആപ്പ് ഗ്രൂപ്പ് വായിച്ചാ ഞാൻ പറഞ്ഞല്ലോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലെ. അങ്ങനെ ഹാഷ്മിയും ജിൻഡോയും കൂടി ഒരു അലയൻസ് ഉണ്ടാക്കിയാൽ ആ അലയൻസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് വന്നിരിക്കുന്ന ആളല്ല ഞാനെന്ന് പറയാനുള്ള മാന്യത ജിൻഡോയ്ക്കുണ്ടോ? വീണെടുത്ത് കിടന്ന് ഉരുളരുത്. പേര് പറയാനുള്ള മാന്യതയുണ്ടോ? നിങ്ങൾ പറയുന്നേ ഞാൻ ചോദിച്ചല്ലോ ജിൻഡോ. താങ്കളാണ് ആദ്യം ഉന്നയിച്ചത്. നന്ദു അപ്പൊ പറഞ്ഞില്ല. ജിൻഡോയ്ക്ക് പേര് പറയാൻ തന്റെ നന്ദു ഇപ്പോ ഏതോ സമര നേതാക്കളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. ജിൻഡോ ചോദിക്കുന്ന പേരങ്ങ് പറയുന്നു. നന്ദു ഈസിയായിട്ട് പേര് പറ. പേടിക്കാൻ എന്താ? കാവിപ്പട വാട്സാപ്പ് ഗ്രൂപ്പ് പഠിച്ചല്ലെങ്കിൽ പേരങ്ങ് പറ.
അതോ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവാണോ? അതോ ഇത്തരത്തിലുള്ള ആളുകളാണോ ഈ ഒളിസേവയ്ക്ക് പോയതെന്ന് പറയും. നിങ്ങൾ പറയും ഒളിസേവയ്ക്ക് പോയ ആളാണ്. കാവിപ്പട വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന സാധനം കൊണ്ട് ചർച്ചയിൽ ഇറക്കല്ലേ? മഹാരാജ് ഉണ്ടോ? ഈ ഒളിസേവയ്ക്ക് നന്ദു, പോയ കാവിപ്പട വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന സാധനം കൊണ്ട് ചർച്ചയിൽ ഇറക്കല്ലേ?